നമസ്കാരം. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ ദുരൂഹതകൾ അഴിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യയായ കോന്നി തഹസിൽദാരായിരുന്ന മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി. മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചത് നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് CBI അന്വേഷണം വരണം എന്നുള്ള ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഹർജി നൽകിയത്. എന്നാൽ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ വിഷയവുമായി എത്തി എന്നറിഞ്ഞതോടുകൂടി CPM നേതാക്കളുടെ ഉറക്കം കെടുത്തുന്ന പ്രവൃത്തിയായിരുന്നു അത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും എന്ത് തരത്തിലുള്ള അന്വേഷണമാണ് നടന്നത് എന്നറിയുന്നതിന് വേണ്ടി ഈ വരുന്ന ഡിസംബർ 6-ാം തീയതി കേസ് ഡയറി കോടതിയിൽ ഹാജരാക്കണം എന്ന് പറഞ്ഞതോടുകൂടി പോലീസും സർക്കാരും വെട്ടിലായിരിക്കുന്നു. കേസ് ഡയറി ഇന്നത്തെ നിലയിൽ കോടതിയിൽ ഹാജരാക്കുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള അന്വേഷണവും പോലീസ് ഇക്കാര്യത്തിൽ നടത്തിയിട്ടില്ല. പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ വിഷയത്തിൽ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കേസ് ഡയറി ഹാജരാക്കണം എന്ന ഉത്തരവ് പുറത്തു വന്നതോടുകൂടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നു. ആദ്യം തന്നെ അവർ ചെയ്തത് കണ്ണൂർ കളക്ടറായ അരുൺ വിജയനെ കണ്ട് വീണ്ടും മൊഴിയെടുക്കുന്നതിനുള്ള പ്രവൃത്തികളാണ് ആരംഭിച്ചിരിക്കുന്നത്. അരുൺ വിജയനെ കണ്ട് ഇനി മൊഴിയെടുക്കേണ്ടതില്ല, പോലീസ് അരുൺ വിജയന്റെ മൊഴി എടുത്തു കഴിഞ്ഞു എന്നാണ് നേരത്തെ സൂചിപ്പിച്ചിരുന്നത്. അതായത് ഈ കേസ് ഏത് വിധേനയും തേച്ചുമാച്ച് കളയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പോലീസും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും കാര്യക്ഷമമായ അന്വേഷണം നടക്കാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിന് ശേഷം നവീൻ ബാബു മുനീശ്വരൻ കോവിലിന്റെ ഭാഗത്ത് വണ്ടി ഇറങ്ങി എന്നാണ് നവീൻ ബാബുവിന്റെ ഡ്രൈവറായ ഷംസുദ്ദീൻ പറഞ്ഞിരുന്നത്. എന്നാൽ അവിടെ നിന്ന് നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയോ, റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വണ്ടി കിട്ടാത്തത് കൊണ്ടാണോ തിരിച്ച് ക്വാർട്ടേഴ്സിലേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടി മുനീശ്വരൻ കോവിൽ ഭാഗത്തുള്ള CCTV ദൃശ്യങ്ങൾ, റെയിൽവേ സ്റ്റേഷന് അകത്തും പുറത്തുമുള്ള CCTV ദൃശ്യങ്ങൾ, നവീൻ ബാബു കൊല ചെയ്യപ്പെട്ടു അഥവാ മരണപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ക്വാർട്ടേഴ്സിന് അകത്തും പുറത്തുമുള്ള CCTV ദൃശ്യങ്ങൾ, പരിസര പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങൾ, ഇതൊന്നും തന്നെ പോലീസ് ഇതുവരെയും ശേഖരിച്ചിട്ടില്ല എന്നുള്ളത് വലിയ വീഴ്ച തന്നെയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മാത്രമല്ല ADM നവീൻ ബാബുവിൻ്റെ 2 ഫോണുകളും ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നതിന് വേണ്ടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നാളിതുവരെയും അത് പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാതെ ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തെളിവുകൾ തേച്ചുമാച്ച് കളയുന്നതിന് വേണ്ടി തന്നെയാണ് പോലീസ് ശ്രമിച്ചത് എന്നുള്ളത് വളരെ സുവ്യക്തമായ കാര്യം തന്നെയാണ് എന്നുള്ളതാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില ദുരൂഹതകളെ കുറിച്ച് പറഞ്ഞ ആളുകൾ ചൂണ്ടിക്കാണിച്ചത്. അതായത് ഈ കേസ് ഏത് വിധേനയും തേച്ചുമാച്ച് കളഞ്ഞ് ഈ കേസിൽ പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെട്ടിരിക്കുന്ന CPMന്റെ സമുന്നത വനിതാ നേതാവായ മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യയെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി പോലീസും പാർട്ടി സംവിധാനങ്ങളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം ഏത് വിധേനയും PP ദിവ്യയെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ചരടുവലികൾ അവർ അണിയറയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MP ഗോവിന്ദൻ നവീൻ ബാബുവിന്റെ വീട് സന്ദർശിച്ചുകൊണ്ട് ഞങ്ങൾ നവീൻ ബാബുവിനോടൊപ്പമാണ് എന്ന് അനുശോചനം രേഖപ്പെടുത്തിയപ്പോൾ PP ദിവ്യയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുന്ന അവസരത്തിൽ ജയിലിൽ നിന്നും PP ദിവ്യ പുറത്തിറങ്ങുന്ന വേളയിൽ MP ഗോവിന്ദന്റെ ഭാര്യയും CPM നേതാവുമായ ശ്യാമളയെ തന്നെയാണ് ജയിലിൽ നിന്നും ഇറങ്ങുന്ന PP ദിവ്യയെ സ്വീകരിച്ചാനയിക്കുവാൻ വേണ്ടി അങ്ങോട്ട് അയച്ചിരുന്നത് എന്നുകൂടി പറയുമ്പോൾ MP ഗോവിന്ദൻ പറഞ്ഞ വാക്കിന്റെ പ്രസക്തി എത്രയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിനൊക്കെ പുറമെയാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഇപ്പോൾ ശ്രീജിത്ത് കൊടിയേരി എന്ന് പറഞ്ഞ ഒരു ഇൻസ്പെക്ടറെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇത് CPMന്റെ താല്പര്യപ്രകാരം ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി തന്നെയാണ് എന്നുള്ളതാണ് നവീൻ ബാബുവിന്റെ കുടുംബവും ഇപ്പോൾ പരാതിപ്പെട്ടിരിക്കുന്നത്. ഫലപ്രദമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല. നവീൻ ബാബുവിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നില്ല. നവീൻ ബാബു മരണപ്പെടുന്നതിന് തൊട്ടു തലേ ദിവസം പോയ ഇടങ്ങളിലുള്ള CCTV പരിശോധിച്ചിട്ടില്ല. നവീൻ ബാബുവുമായി ബന്ധപ്പെടാൻ സാധ്യതയുള്ള PP ദിവ്യയും PP ദിവ്യയോട് അടുത്ത ചില ആളുകളും TV പ്രശാന്തനും ഡ്രൈവർ ഷംസുദ്ദീനും അടക്കമുള്ള ആളുകളുടെ, കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയൻ അടക്കമുള്ള ആളുകളുടെ ഫോൺ കോളുകൾ പോലീസ് പരിശോധിച്ചിട്ടില്ല. ഇവയുടെ ടവർ ലൊക്കേഷനുകൾ പരിശോധിച്ചിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ തീർച്ചയായും പോലീസിന് കണ്ടെത്താൻ സാധിക്കും. എന്നാൽ PP ദിവ്യയെ സംരക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി CPM പോലീസിന് വിലങ്ങ് തടിയായി നിൽക്കുന്നു, അല്ലെങ്കിൽ പോലീസിന് കൂച്ചുവിലങ്ങിട്ട് നിർത്തിയിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മഞ്ജുഷ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജി ഹൈക്കോടതി പരിഗണിച്ച് ഈ കേസിൽ CBI അന്വേഷണം വരികയാണെങ്കിൽ തീർച്ചയായും അത് CPMന്റെ അസ്ഥിവാരം തോണ്ടുന്നതിന് തുല്യമായിരിക്കും എന്ന് തിരിച്ചറിഞ്ഞ CPM ആണ് ഇപ്പോൾ
പോലീസിനെ കൊണ്ട് ചില അന്വേഷണം നടത്തിക്കുന്നു എന്ന രീതിയിലുള്ള ചില പ്രഹസനങ്ങൾ നടത്തുന്നത് എന്നാണ് ചില ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇതിനിടെ സുപ്രധാനമായ മറ്റു ചില നീക്കങ്ങൾ കൂടി നിയമ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നു. ഏതാണ്ട് 3 വർഷക്കാലം കൂടുമ്പോൾ ജഡ്ജിമാരെയൊക്കെ സ്ഥലം മാറ്റുന്ന ഒരു പതിവുണ്ട്. അതിനനുസൃതമായി ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലുള്ള ജഡ്ജിമാരുടെ ചില സ്ഥലം മാറ്റങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിലും നവീൻ ബാബുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജഡ്ജിയെ ഈ പാനലിൽ നിന്നും മാറ്റിയിരിക്കുന്നു, ആ ബെഞ്ച് തന്നെ നീക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ ചില ദുരൂഹതകളുണ്ട് എന്ന് തന്നെയാണ് പല നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. കോടതി സംവിധാനങ്ങളെ, നീതിന്യായ വ്യവസ്ഥകളെ ഞങ്ങൾ ഒരു കാരണവശാലും വെല്ലുവിളിക്കുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ ഇടാപിടി എന്ന് എടുത്തു കാണുമ്പോൾ അതിന് സ്വാഭാവികമായ ഒരു മാറ്റം മാത്രമായി കാണുവാൻ പ്രേക്ഷകർക്കോ അല്ലെങ്കിൽ സാധാരണക്കാർക്കോ സാധിക്കുന്നില്ല എന്നുള്ളതും അവർ അത്തരത്തിൽ സംശയം ഉന്നയിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. അതായത് ഈ വിഷയത്തിൽ നിന്ന് ഏത് വിധേനയും പി ദിവ്യയെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി നിയമ സംവിധാനങ്ങളിൽ പോലും ചില തിരിമറികൾ നടക്കുന്നു എന്ന് സാധാരണക്കാരൻ സംശയിച്ചു കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും അടിസ്ഥാനരഹിതമാണെന്ന് പറയാൻ വയ്യാത്ത രീതിയിലാണ് ചില മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ജഡ്ജിമാരുടെ മാറ്റവും അതുപോലെ തന്നെ ശ്രീജിത്ത് കൊടയേരി എന്ന് പറഞ്ഞ ഇൻസ്പെക്ടറുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലേക്കുള്ള വരവുമെല്ലാം ഇത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വൻ ട്വിസ്റ്റുകൾ തന്നെയാണ് ഈ കാര്യത്തിൽ നടക്കുന്നത് എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. എന്തായാലും നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് കൃത്യമായ അന്വേഷണമല്ല നടത്തിയിരിക്കുന്നത്. ഒരുപാട് പാളിച്ചകൾ പോലീസിന്റെ അന്വേഷണത്തിൽ കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് പി ദിവ്യയെ സംരക്ഷിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ചെങ്ങളായാലും പരിസര പ്രദേശത്തും ഉള്ള മലയോര പ്രദേശങ്ങൾക്ക് നടുവിലുള്ള പല പെട്രോൾ പമ്പുകളും എങ്ങനെയാണ് വന്നത്, എങ്ങനെയാണ് ഇത്രയധികം പെട്രോൾ പമ്പ് ഈ മലയോര പ്രദേശത്ത് വന്നത് എന്നുള്ളതെല്ലാം പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. മാത്രമല്ല ചെങ്ങളായാലും കണ്ണൂരിൻ്റെ വിവിധ പരിസര പ്രദേശങ്ങളിലുമുള്ള TTK ദേവസ്വം ഭൂമി ആയിരക്കണക്കിന് ഏക്കറാണ് CPMന്റെ ബിനാമികൾ പതിച്ചെടുത്തിരിക്കുന്നത് എന്നുകൂടി പറയുമ്പോൾ ഇതിൽ കൃത്യമായ ചില ഭൂമാഫിയകളുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥനായ നവീൻ ബാബുവിന് ഇതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അറിയാമായിരുന്നു. ഏതാണ്ട് 2 ഫയലുകൾ തന്നെയാണ് നവീൻ ബാബു ഇക്കാര്യത്തിൽ സൂക്ഷിച്ചിരുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇത്തരം ഞെട്ടിക്കുന്ന പല വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ വേണ്ടി നവീൻ ബാബുവിനെ കരുതിക്കൂട്ടി കൊലപ്പെടുത്തിയതാകാം എന്ന് തന്നെയാണ് ഇപ്പോൾ പല നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. അതെന്ത് തന്നെയായാലും TV പ്രശാന്തൻ എന്ന പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രിക് സെക്ഷനിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ പെട്രോൾ പമ്പ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നവീൻ ബാബു NOC നൽകുന്നതിൽ കാലതാമസം വരുത്തി എന്നുള്ളതായിരുന്നു നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിൽ പി ദിവ്യ ഉന്നയിച്ച ആരോപണങ്ങൾ അത്രയും. എന്നാൽ സർക്കാർ ജോലിക്കാരനായ TV പ്രശാന്തിന് എവിടെ നിന്നാണ് ഒരു പെട്രോൾ പമ്പ് 1.5 കോടി മുതൽ 2.5 കോടി വരെ മുതൽ മുടക്കി പെട്രോൾ പമ്പ് തുടങ്ങുവാനുള്ള എവിടെ നിന്നാണ് സാമ്പത്തിക ഭദ്രത ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. TV പ്രശാന്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ എന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കാതെ പോയി എന്നുള്ളതും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. മാത്രമല്ല പരിയാരം മെഡിക്കൽ കോളേജിലാണ് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും നവീൻ ബാബുവിനെ മരണത്തിലേക്ക് തള്ളിയിട്ടു എന്ന് പറയപ്പെടുന്ന പി ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്നതും. പി ദിവ്യയുടെ ഭർത്താവും ഈ TV പ്രശാന്തിനും ഉൾപ്പെടെ നിരവധി ബിനാമി ഇടപാടുകൾ CPMന് വേണ്ടി അവിടെ ചെയ്തു കൂട്ടുന്നു എന്നുള്ള ചില വിവരങ്ങളും പുറത്തു വരുമ്പോൾ അത്തരം ചില ആളുകളും ഭൂമാഫിയകളും ചേർന്ന് തന്നെയാണ് പല സുപ്രധാനമായ വിവരങ്ങളും കണ്ണൂരിൽ വെളിയിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടി നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയത് എന്നുകൂടിയുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നീതിന്യായ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള പലതും ഇവിടെ തകിടം മറിച്ചിരിക്കുന്നു, അട്ടിമറിച്ചിരിക്കുന്നു. ഈ കേസ് ഒരു തരത്തിലും തെളിയാതിരിക്കാൻ വേണ്ടി പോലീസ് ഇപ്പോൾ തിരക്കിട്ട പല ശ്രമങ്ങളും നടത്തുന്നു. ഡിസംബർ 9-ാം തീയതി നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വാദം കേൾക്കുമ്പോൾ അതിന് മുമ്പായിക്കൊണ്ട് തന്നെ കേസ് ഡയറി സമർപ്പിക്കുകയും CBI അന്വേഷണം തടയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പോലീസും സർക്കാരും നടത്തുന്ന ഇത്തരം കുൽസിത ശ്രമങ്ങൾ ബോധപൂർവം തന്നെയാണ്. ഇത് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ, ദുരൂഹമായ മരണത്തിൽ നടത്തുന്ന വൻ ട്വിസ്റ്റ് ഇത് തന്നെയാണ്. ഇത് സർക്കാരും പോലീസ് സംവിധാനങ്ങളും പാർട്ടി സംവിധാനങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം പറയുന്ന ആരോപണങ്ങളും കൃത്യമായി ഇത് തന്നെയാണ് അവർ അക്കമിട്ട് അടയാളപ്പെടുത്തി സൂചിപ്പിക്കുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ ഇനിയും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.